ഹലോ ഗൈസ്, അപ്പം മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു മുള കണ്ടല്ലോ, ഇത് വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അതപ്പം നമ്മൾ അപ്പുറത്ത് സാലമാൻറ്റിയുടെ വീട്ടിൽ നിന്ന് വിഷിൻ്റെ അവിടുത്തെ പറമ്പിൽ നിന്നിട്ട് കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ വലിയൊരു നീളമുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിഷിൻ്റെ അതൊക്കെ അതിൻ്റെ ആ മുള വന്ന ഭാഗമൊക്കെ ഇങ്ങനെ വെട്ടിക്കളയാണ്. അപ്പോൾ ആക്സോ ബ്ലേഡ് കണ്ടപ്പോൾ ഉടനെ തന്നെ ദേവനും ഒരു അറ്റത്തുനിന്ന് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്സോ ബ്ലേഡ് ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ബാക്ക് വശം നല്ല രീതിയിൽ റൗണ്ടിൽ നമുക്ക് കിട്ടണം. അപ്പോൾ വെട്ടത്തി വെച്ച് എടുത്താക്കുമായതുകൊണ്ട് അതിനിങ്ങനെ കൂമ്പനെ പോലെ ഇരിക്കും. അപ്പോൾ ആ ഭാഗം ഇങ്ങനെ വെട്ടിക്കളയാൻ നോക്കുകയാണ്. പക്ഷേ ആക്സോ ബ്ലേഡ് ഇട്ട് മുറിച്ചിട്ട് പണി നടക്കുന്നില്ല. പിന്നെ വിഷ്ണുചേട്ടൻ പോയിട്ട് വാളെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷേ വാൾ കണ്ടപ്പോൾ മുതൽ ദേവൻ വാൾ വേണമെന്നുള്ളൊരു രീതിയിൽ നിൽക്കുവാണ്. പല ടൂൾസ് ഞങ്ങൾ മാറിയും തിരിഞ്ഞും നോക്കിയിട്ട് ആളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ എന്താണോ എടുക്കുന്നത് അത് അപ്പം തന്നെ ദേവന് വേണം. അപ്പോൾ വിഷ്ണുചേട്ടൻ നൈസായിട്ട് അവനെ കൊണ്ട് അപ്പുറത്തോട്ട് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനൊന്ന് ഒറ്റയ്ക്ക് പരീക്ഷിച്ച് നോക്കുവാണ് വാൾ വെച്ച് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ ഞാൻ ആകുന്നേ നോക്കുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു മുള വെട്ടുവാണെങ്കിൽ ആ മുളയുടെ ആ അറ്റ ഭാഗത്ത് ആരെങ്കിലും ഒന്ന് പിടിക്കുവാണെങ്കിൽ, താഴോട്ട് ബെൻഡ് ചെയ്തിങ്ങനെ പിടിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് അപ്പോൾ പച്ചമുളയായതുകൊണ്ട് തന്നെ അടിപൊളി ഒരു പച്ച കളറിൽ ഇങ്ങനെ വരയും ആ മഞ്ഞയും പച്ചയും കൂടിയൊക്കെ കാണുമ്പോഴത്തേനും നല്ല രസമാണ്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി കനമുള്ളത് കിട്ടിയാൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കനത്തിനുള്ള ഇപ്പോൾ അത്യാവശ്യം ആ മുള നിന്നതിൽ അത്യാവശ്യം കനമുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇതേപോലെ ഈ അറ്റത്ത് ഇങ്ങനെ പിടിച്ചു തരാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ടാവും. അല്ലാതെ ഒറ്റയ്ക്കിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു പച്ചമുള കട്ട് ചെയ്ത് മാറ്റാൻ. അപ്പോൾ വിഷ്ണുചേട്ടനാണ് പിന്നീട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ ഈ അറ്റത്ത് ഇങ്ങനെ ബെൻഡ് ചെയ്ത് താഴോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഇത് കട്ട് ചെയ്ത് മാറുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു 2-3 പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഗാർഡനിൽ വെക്കാൻ പറ്റുന്ന ഒരു ഡെക്കോറേറ്റീവായിട്ടും അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെക്കാൻ നമുക്ക് വീടിനുള്ളിൽ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ പല വലിപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നല്ല നീളമുള്ളതും അതിനെക്കാട്ടി കുറച്ച് കുറഞ്ഞതും ഏറ്റവും കുറഞ്ഞത് അങ്ങനെ പല ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തിങ്ങനെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാനൊന്ന് ഒരുമിച്ച് വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പല വലിപ്പത്തിൽ നമ്മൾ മുള ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ മുളയുടെയും സ്റ്റാർട്ടിങ് ഭാഗം, അതായത് മുകൾ ഭാഗത്ത് ആ ഒരു ജോയിൻറ്റ് മാറ്റിയിട്ട് ഇങ്ങനെ ഹോളുള്ള ഭാഗമായിട്ട് വേണം നമുക്ക് കിട്ടാൻ. അപ്പോൾ ആ ജോയിൻറ്റ് വെട്ടിക്കളഞ്ഞിട്ട് ആദ്യത്തെ ആ ഒരു ഭാഗം ഇത്രയും ഗ്യാപ്പായിട്ട് കിട്ടുന്ന രീതിയിലാണ്. അതായത് നമ്മൾ അതിനുള്ളിൽ വെള്ളം ഫില്ല് ചെയ്യാനാണ്. വെള്ളം അല്ലെങ്കിൽ മണ്ണ് ആയാലും മതി. അപ്പോൾ നമ്മൾ വെള്ളമാണ് ഇതിനകത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് 4 എണ്ണവും കൂടി നന്നായിട്ട്, അപ്പോൾ ടൈ എടുത്തിട്ടുണ്ട്. പക്ഷേ ടൈ അത്രയും 4 എണ്ണത്തിനെ കവർ ചെയ്ത് റൗണ്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇഴക്കയർ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ടൈ കെട്ടിയിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടെ ഇഴക്കയർ ചെയ്യാനാണ് കരുതിയത്. പക്ഷേ അത് പറ്റാത്തതുകൊണ്ട് ഇഴക്കയർ നമ്മൾ നന്നായിട്ട് റൗണ്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ വീടിൻ്റെ ഗാർഡനിൽ എവിടെയാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് അവിടോട്ട് കൊണ്ട് കുറച്ച് മണലെടുത്ത് കുഴിച്ചിട്ട് വെക്കുക, അല്ലെങ്കിൽ ഇത് മറിഞ്ഞു പോകും. അപ്പം കുഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ ആ 4 മുളയിലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് മണി പ്ലാന്റ് ആണ്. അപ്പം നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഏത് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്തിൽ ചെയ്യാം. ലക്കി ബാമ്പു ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചാക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ പറ്റുന്ന ഏത് ചെടി വേണമെങ്കിലും നമുക്ക് വെക്കാം. അപ്പോൾ ഞാൻ വെക്കുന്ന മണി പ്ലാന്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെങ്കിൽ കുറച്ചും കൂടി വളർന്നു കഴിയുമ്പോൾ, ഇപ്പോൾ നമ്മൾ താഴോട്ടിങ്ങനെ വളർന്നോളുമല്ലോ മണി പ്ലാന്റ് ആകുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ചെറിയ ഇതേപോലെ അതിൻ്റെ അറ്റ ഭാഗം മാത്രമാണ് ഒടിച്ച് വെക്കുന്നത്, വേറുള്ള ഭാഗം. ഇത് വളർന്നു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ കിടക്കുന്ന കാണാൻ താഴോട്ട് വളരുമ്പോൾ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. നമുക്ക് വേറൊരിടത്തോട്ട് വേണമെങ്കിലും മാറ്റി കൊണ്ടുവന്ന് വെക്കാം. ഞാൻ ഇവിടെയും കൂടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിനേക്കാളും ആദ്യം വെച്ചത് കുറച്ചും കൂടി ഭംഗി ഉണ്ടായിരുന്നെന്ന് തോന്നി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക.